വെക്കണ്ട. അവൻ നിനക്ക് ലഭിക്കപ്പെടേണ്ട വിടുതല അവൻ നിന്റെ വീട്ടിലേക്ക് വന്ന് കയറും. അവൻ നീ വെപ്രാളം എടുക്കേണ്ട ആവശ്യമില്ല. നീ ആരെല്ലാം കയറി തടഞ്ഞാലും എന്റെ കർത്താവ് നിനക്ക് വിടുതലമായി നിന്റെ വീട്ടിലേക്ക് വരും. അതെപ്പോഴും ഓർത്തിരിക്കണം. തീർച്ചയായും ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇടയിൽ ആരെല്ലാം കയറിയാലും നിനക്കുള്ളത് ആർക്കും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സ്തോത്രം. അങ്ങനെ ഈ സഹോദരി യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നു. ഇനി ഈ സഹോദരിയെ കുറിച്ച് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, വളരെ വേഗത്തിൽ ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരിയെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്നത് ഒരു രക്തസ്രാവക്കാരത്തി സ്ത്രീയാണ്. സമൂഹത്തിൽ നിന്ന് അവൾ എന്ത് ചെയ്യണം? മാറി നിൽക്കേണ്ടവളാണ്. ദൈവത്തിന് ഒരു രക്തസ്രാവം വന്ന സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞാൽ 7 ദിവസം അവൾ അശുദ്ധയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല അവൾ തൊടുന്ന കസേര, കിടക്കുന്ന കട്ടില്, അവൾ ഉടുക്കുന്ന വസ്ത്രം, അവൾ ആരെങ്കിലും തൊട്ടാൽ അവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവൻ എന്ത് ചെയ്യണം? അശുദ്ധനായി അവൻ മാറി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു പ്രമാണം പഴയ നിയമത്തിലുണ്ട് കേട്ടോ. എല്ലാവരെയും അകറ്റി നിർത്തുന്ന ഒരു മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രോഗം. ദൈവത്തിന് സ്തോത്രം. ഇവളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. നാളുകളായി അവിടെ വർഷത്തിന്റെ കണക്ക് പറയുന്നുണ്ട്. 12 വർഷമായി. നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നില്ല, വ്യക്തമായി വിശദീകരിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. 12 വർഷമായി അവൾ അനുഭവിക്കുന്ന വിധ ചെറുതല്ല കേട്ടോ. രക്തം ശരീരത്തിൽ നിന്ന് വാർന്ന് പോകുന്ന രോഗം. അതവളുടെ ജീവനാണ് ഒഴുകി പൊക്കോണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം വേദനകളിൽ കൂടെ അവൾ കടന്നു പോകുകയാണ്. ഏറിയ വൈദ്യന്മാരാൽ അവൾ ചികിത്സിച്ചു എന്നാണ് പുസ്തകത്തിൽ എഴുതി. അന്നത്തെ കാലത്തെ വൈദ്യന്മാര് പച്ചമരുന്നുകൾ നല്ല രീതിയിൽ അന്ന് വൈദ്യന്മാരുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൾ വളരെ വൈദ്യന്മാരാൽ ചികിത്സകൾ നടത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ഒട്ടും അവൾക്ക് ഭേദം എന്ത് ചെയ്തില്ല, വന്നില്ല. ഇവളെ കുറിച്ച് യഹൂദന്മാരുടെ തൽമൂദിൽ ചരിത്രമാണ് കേട്ടോ. നിങ്ങൾ എന്നോട് ചോദിക്കരുത് അതൊന്നും എവിടാന്ന് കാണിച്ചു തരണോ ഒന്നൊന്നും പറഞ്ഞേക്കരുത്. പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു ചരിത്ര ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. ചരിത്രം പറയുന്നത് ഇവൾ ഇത്രമാത്രം ചികിത്സയ്ക്ക് വേണ്ടി പണം മുടക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇവൾ ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് രാജാവിന്റെ ഒരു രാജ്ഞിയായി വാണവളാണ് എന്നാണ് ഇവളെ കുറിച്ച് തൽമൂദിൽ എന്ത് ചെയ്യുന്നത് പറയുന്ന ചരിത്രം. പുസ്തകത്തിൽ അങ്ങനെ ഇല്ല. ആ ചരിത്രം കൂടെ ഒരു വാക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാം. അപ്പോ ഇങ്ങനെ മാരകമായ രോഗം ഇവിടെ അസ്വസ്ഥപ്പെടുത്തിയപ്പോ ചികിത്സിച്ചിട്ടെങ്ങും ഒരു പേരോ വരാതെ വരുമ്പോ സമൂഹത്തിൽ ഇവളെ ഇറക്കി നിർത്തുവാൻ കഴിയത്തില്ലാത്തത് കൊണ്ടും ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടും രാജാവ് വളരെ രഹസ്യമായി പറഞ്ഞു, ഇവളെ മരുഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കളഞ്ഞേക്കാം പ്രജകളോട് പറഞ്ഞു. അങ്ങനെ ഈ പ്രജകള് ഇവളെ കൂട്ടിക്കൊണ്ടത് വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഇവിടെ കൊന്നുകളയാൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. പോകുന്ന വഴിക്ക് ഈ വൃത്യന്മാര് പറഞ്ഞു, എങ്ങനെയാ ഈ രാശിയെ കൊല്ലുന്നത്? എത്രയും നാള് നമ്മോടുകൂടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവളല്ലേ, അതുകൊണ്ട് ഇവളെ കൊല്ലുന്നത് എങ്ങനെയാ? അവര് രഹസ്യമായി പറഞ്ഞു, നമുക്ക് ഇവളെ കൊല്ലുവൊന്നും വേണ്ട, ഇവളെ ജീവനോടെ എന്ത് ചെയ്തേക്കാം, മരുഭൂമിയിൽ വിട്ടേക്കാം. എന്നിട്ട് പറയാം, തിരിച്ചൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആ കൊട്ടാരത്തിലേക്ക് വന്നേക്കരുത് എന്ന് പറയാമെന്ന് പറഞ്ഞവർ മരുഭൂമിയിൽ ഈ രക്തസ്രവക്കാരത്തിയായ സ്ത്രീയെ കൊല്ലുവാൻ കൊണ്ടുപോയതാ. കൊല്ലാതെ അവളെ എന്ത് ചെയ്തു? മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. രക്തം വാർന്നു പോകുന്ന രോഗത്തിന്റെ പ്രത്യേകത ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ചികിത്സയ്ക്കുള്ളതായ ഒരു മാർഗരേഖയുമില്ല. അങ്ങനെ ഒരു അപകടകരമായ തലം, മരണം മാത്രമാണ് മുമ്പിൽ നിലകൊള്ളുന്നത്. ഇനി മുന്നോട്ട് ഒരു മാർഗവുമില്ല. മരുഭൂമിയിൽ ചുട്ടു
ചൂടുകൊള്ളുന്ന ആ മരുഭൂമിയിൽ അവൻ ചൂടേറ്റ് മരിച്ചു വീഴുകയല്ലാതെ യാതൊരു മാർഗവും മുമ്പിലില്ല എന്ന് അവൻ ആ കൊണ്ടുപോയി വിട്ടവർക്കും അറിയാം. അവൻ അവിടെ ആയിരിക്കുന്ന ഈ സഹോദരിക്കും അറിയാം. പക്ഷേ അവൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം, ഇങ്ങനെ വേദനയോടെ മരണത്തെ മുഖാമുഖമായി കണ്ട് കിടക്കുമ്പോൾ ഒരു താടിയും നീശയും ഒക്കെ വളർത്തി ഒരു പ്രത്യേക ആ രൂപക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മരുഭൂമിയിൽ കൂടെ നടന്ന് വരികയാണ്. ഇവിടെ അടുക്കൽ വന്നേച്ച് ഇവളോട് ചോദിച്ചു, നീ നിനക്ക് എന്ത് പറ്റി? എന്താണ് ഇവിടെ നീ കിടക്കുന്നത്? അപ്പൊ അവള് പറഞ്ഞു, എന്നെ ഈ രീതിയിൽ കൊല്ലാൻ കൊണ്ടുവന്നതാണ്. അവളുടെ കരുണ കൊണ്ട് എന്ത് ചെയ്തു? എന്നെ മരുഭൂമിയിൽ ഇട്ട് കളഞ്ഞേച്ച് പോയി എന്ന് പറഞ്ഞു. ഞാൻ മരിക്കാൻ കിടക്കുകയാണ്, ഇനി എനിക്ക് ജീവിതമില്ല, ഞാൻ തകർന്നു പോയി എന്ന് ആ സ്ത്രീ ആ മനുഷ്യനോട് പറയുവാൻ ഇടയായി തീർന്നു. ആ മനുഷ്യൻ പറഞ്ഞു, നീ മരിക്കേണ്ട ആവശ്യകതയില്ല, കുറച്ചും കൂടെ നീ അവനൊന്ന് ശ്രമിച്ചാൽ അവൻ ജീവൻ കൊടുക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ഈ മനുഷ്യൻ ആരായിരുന്നു അറിയാവോ? തൽമൂദിൽ പറയുന്നത് അവൻ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. അവനാണ് യേശുവിന്റെ അടുക്കലേക്ക് ഇവളെ പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു, നീ കുറച്ചും കൂടെ നടന്ന് ഈ മരുഭൂമിയിൽ കൂടെ അങ്ങ് ചെല്ലുമ്പോ ദൈവത്തിന് സ്തോത്രം ഒരു വലിയ ആൾക്കൂട്ടം കാണാം. ആ ആൾക്കൂട്ടത്തിന് നടുവില് അവൻ ഒരു മനുഷ്യനെ നിനക്ക് കാണാൻ പറ്റും. ആ മനുഷ്യന്റെ അടുക്കൽ നീ ചെന്നാൽ അവനോട് നിന്റെ കാര്യം പറഞ്ഞാൽ നീ പൂർണ്ണ സൗഖ്യമാകും.